ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരുടെയും ബാഗ് പരിശോധിക്കുന്നുണ്ടെങ്കിലും രാധികയുടെ ബാഗിൽ നിന്നാണ് അവർ പണം കണ്ടെത്തിയത്. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. പണം ഇതിലുണ്ട് സാർ എന്ന് സ്റ്റാഫ് പറയുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക. ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്ന് രാധിക പറയുന്നു. പിന്നെ എങ്ങനെയാ ഈ പണം എൻ്റെ ബാഗിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട്. എന്താ കുട്ടി ഇത്? ശ്യാമ മേഡം വിളിച്ച് ശുപാർശ ചെയ്ത കുട്ടിയല്ലേ താൻ എന്നെ പ്രൊഡ്യൂസർ പറയുമ്പോൾ രാധിക പറയുന്നു, ഞാൻ സത്യമാണ് സാർ പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയില്ല. പ്രിയങ്ക പറയുന്നു, സാർ എൻ്റെ കൂടെ വന്ന ആൾ എന്ന നിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ നടപടികൾ നടത്താതിരിക്കണ്ട. സാർ വിളിച്ച് പോലീസിൽ പറയുന്നെങ്കിൽ പറഞ്ഞോളൂ. പ്രിയെ എന്ന് സങ്കടത്തോടെ രാധിക വിളിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, അവര് എന്ത് നടപടിയാണെന്ന് വെച്ചാൽ എടുത്തോട്ടെ. എനിക്ക് ഇത്തരം ഭാരങ്ങൾ ചുമന്ന് നടക്കാൻ വയ്യ. പ്രിയെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഒന്നും പറയണ്ട. എന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായല്ലോ. തനിക്ക് ഇത്രയും വലിയ ചാൻസ് തന്നതല്ലേ അവര്, അതും കൂടിയല്ലേ ഇല്ലാതാക്കിയത്. ഇത് കേട്ട് ആ പ്രൊഡ്യൂസർ പറയുന്നു, എന്തായാലും വിളിക്കേണ്ടത് ആരെയൊക്കെയാണെന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കള്ളിയായി നാണം കെട്ടി നിൽക്കുകയാണ് രാധിക. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. രാധിക കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിയങ്ക രാധികയോട് പറയുന്നു, എന്താ ചേച്ചി ഈ കാണിച്ചത്? ഞാനല്ലെന്ന് രാധിക. പിന്നെ ഞാനാണോ എന്ന് പ്രിയങ്ക. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് രാധിക വീണ്ടും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ജഗദീഷ് ശ്യാമയെ വിളിക്കുന്നു. ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. മേഡം ശുപാർശ ചെയ്ത ആ കുട്ടിയില്ലേ രാധിക, അതെ, എന്ത് പറ്റിയെന്ന് ശ്യാമ ചോദിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ജഗദീഷ് ശ്യാമയെ അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ശ്യാമ. ഡ്രൈവറോട് വണ്ടി നിർത്താനും ശ്യാമ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ശ്യാമ കാറിൽ നിന്നും ഇറങ്ങി, കൂടെ അമൃതയും. ശ്യാമ പറയുന്നു, നോ ജഗദീഷ്, ആ കുട്ടി അത്രക്കാരിയല്ല. ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം. ഇത് കേട്ട് ജഗദീഷ് പറയുന്നു, മേഡം ഇത്രയും ശുപാർശ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് മേഡത്തെ ഒന്ന് വിളിച്ചറിയിക്കണമല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ്. ജഗദീഷ്, ഒരു കാര്യം ചെയ്യ്, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് അയക്കാം ഒരാളെ. ജഗദീഷ് പ്രൊഡ്യൂസറോട് പറയുന്നു, മേഡം പറഞ്ഞു ഒരല്പം വെയിറ്റ് ചെയ്യാൻ ഒരാളെ ഇങ്ങോട്ട് അയക്കാമെന്നും പറഞ്ഞു. ഇത് കേട്ട് പ്രൊഡ്യൂസർ പറയുന്നു, ആരൊക്കെ വന്നാലും പോയാലും എനിക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജഗദീഷ്. സാറ് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് തീരുമാനമെടുക്കാമെന്ന് ജഗദീഷ് പ്രൊഡ്യൂസറോട് ആവശ്യപ്പെടുന്നു. അമൃത ശ്യാമയോട് പറയുന്നു, ശ്യാമ ഇതിപ്പോൾ ബോധപൂർവം ആരോ ചെയ്തതുപോലെ ഉണ്ടല്ലോ. ശ്യാമ പറയുന്നു, സംശയിക്കേണ്ട എഴുതി, അങ്ങനെ ഒരാൾ പകരം തീർക്കാനായിട്ട് ഒരാളല്ലേ ഉള്ളൂ ആ സെറ്റിൽ. പ്രിയങ്ക മാത്രമല്ലേ ഉള്ളൂ. പ്രിയങ്കയാണ് ഇത് ചെയ്തതെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ബോധ്യപ്പെടുത്തണം, എന്നിട്ട് ആ സിനിമയിൽ നിന്ന് പുറത്താക്കുകയും വേണം എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, പ്രതികാരത്തെക്കുറിച്ചല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത്. മോൾക്കൊരു ചീത്തപ്പേര് വീണിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റിയേ പറ്റൂ. എഴുതി, നമുക്ക് എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാ പെട്ടെന്ന് പോകാമെന്ന് അമൃത. എഴുതി, കണ്ട ഒരു നല്ല കാര്യത്തിന് മുന്നിലേക്ക് പിടിച്ചു നിർത്തിയതേ ഉള്ളൂ, അതിനു മുന്നേ ഒരു പ്രശ്നം വന്നു. അതാ ഞാൻ പറഞ്ഞത്, ആപത്തൊഴിഞ്ഞ നേരമില്ല എൻ്റെ മോൾക്ക്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം രാധിക ഇപ്പോഴും ഒരു കള്ളിയെ പോലെ തന്നെ നിൽക്കുകയാണ്, അതും സങ്കടത്തോടെ. പ്രൊഡ്യൂസർ ജഗദീഷിനോട് പറയുന്നു, ഇത് സത്യമാണെങ്കിൽ റെക്കോർഡിംഗ് മുടങ്ങുമല്ലോ. തുടർന്ന് പ്രിയങ്ക ഈ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയെ വിളിച്ചറിയിക്കുന്നു. മുത്തശ്ശി, എന്റെ ശത്രുവിനെ ഞാൻ വീഴ്ത്തിയെന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ മുത്തശ്ശി പറയുന്നു, എങ്ങനെ? നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയെ അറിയിക്കുകയാണ് പ്രിയങ്ക. ഇതെല്ലാം കേട്ട് മുത്തശ്ശിയും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം മുത്തശ്ശി പറയുന്നു, ഇത് തന്നെയാ വേണ്ടത്. ഇനി അവള് ജയിലിൽ പോയി കിടക്കട്ടെ മോളെ. മോള് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ക്ഷമിക്കാമെന്നൊക്കെ ആരെങ്കിലും പറയും. സമ്മതിക്കരുത്. എങ്ങനെ സമ്മതിക്കാൻ? എന്റെ കൺമുന്നിൽ നിന്ന് അവളെ പോലീസ് കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം മുത്തശ്ശി. അങ്ങനെ സംഭവിച്ചാൽ സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഒരു പ്രചരണമുണ്ട്. പിന്നെ രാധിക എന്ന ഒരുത്തിക്ക് പുറലോകം കാണാൻ സാധിക്കില്ലെന്ന് പ്രിയങ്ക. എങ്കിലേ മോള് ഫോൺ വെച്ചോ, പിന്നെ കാര്യം നടന്നു കഴിയുമ്പോൾ ഒന്ന് വിളിച്ചറിയിച്ചേക്കണേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക സന്തോഷത്തോടെ പറയുന്നു, ഞാനല്ലാതെ മറ്റാരെ വിളിച്ചറിയിക്കാനാ മുത്തശ്ശി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു. വളരെ സന്തോഷത്തോടെയാണെങ്കിലും അവരുടെ മുന്നിലേക്ക് സന്തോഷമില്ലാതെ തന്നെ പോകുന്നുണ്ട്. തുടർന്ന് ശ്യാമയും അമൃതയും അവിടേക്ക് വന്നു. ശ്യാമ ഫിദായായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, ഞങ്ങളെ ശ്യാമ മേഡമാണ് ഇങ്ങോട്ട് അയച്ചത്. ആ കുട്ടി എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ദേ നിൽക്കുന്നുവെന്ന് പറയുന്നു. രാധികയെ കണ്ടപാടെ സങ്കടത്തോടെ നോക്കുകയാണ് ശ്യാമ. രാധികയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവർ രണ്ടുപേരും രാധികയുടെ അടുത്തേക്ക് ഓടി. മേഡം എന്ന് പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാധിക. നീ കരയില്ലേ മോളെ എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു, എന്റെ ബാഗിൽ എങ്ങനെയാ പണം വന്നതെന്ന് എനിക്ക് അറിയില്ല. രാവിലെ ബാഗ് വെച്ചതിന് ശേഷം ഞാൻ അതിൽ തൊട്ടിട്ട് പോലുമില്ല. മോള് വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ഉണ്ടാക്കാം എന്ന് അമൃത. ഫിദ മേഡം, ഞാൻ എപ്പോഴും പറയാറില്ലേ, ചിരിക്കാൻ ഒരു കാരണം വന്നാൽ കരയാൻ 1000 കാരണങ്ങളാണ് എന്നെ തേടി എത്തുന്നത് എന്ന്. ഇപ്പോൾ കണ്ടോ, അത് കൃത്യമായില്ലേ?
ശ്യാമ മാഡം എനിക്ക് വേണ്ടി ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ട് അതേ ലൊക്കേഷനിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇനി എന്നെ ശ്യാമ മാഡം വിളിക്കോ? എന്നെക്കുറിച്ച് ആരോടെങ്കിലും നല്ലത് പറയോ? അതോർക്കുമ്പോൾ എനിക്ക് കൂടുതൽ സങ്കടം വരികയാണ്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, ശ്യാമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇതോർത്ത് മോള് വിഷമിക്കേണ്ട, ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന്. മോള് വിഷമിക്കേണ്ട എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമ അവരുടെ അരികിലേക്ക് പോകുന്നു. രാധികയുടെ അരികിലേക്ക് പ്രിയങ്ക വന്നു. ഓ, രക്ഷകർ വന്നല്ലോ, ഇവരെന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? രാധിക പറയുന്നു, പ്രിയെ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കൊന്ന് പറയാറുന്നില്ലേ? എനിക്ക് ഉറപ്പില്ലല്ലോ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന്. ഇതുവരെ ചെയ്തതൊക്കെ തെറ്റ് തന്നെയല്ലേ? അപ്പോൾ ഈ തെറ്റും ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രിയങ്ക. തുടർന്ന് ശ്യാമ ആ പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, വളരെ ചെറിയ സമയത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഈ ലൊക്കേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത്. പക്ഷേ രാധികയാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിത് എന്ത് ചെയ്യും? തെളിവടക്കം കണ്ടുപിടിച്ചതല്ലേ, നിഷേധിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. അപ്പോഴാണ് ചുറ്റിലും ശ്യാമ ഒന്ന് നോക്കുന്നത്. അവിടെ CC ക്യാമറ ഇരിക്കുന്നതും കാണുന്നു. പെട്ടെന്ന് തന്നെ ശ്യാമ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, ഇവിടെ CCTV ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യാമില്ലേ? പെട്ടെന്ന് പ്രിയങ്ക അപ്പോഴാണ് ആ CC ക്യാമറ കാണുന്നത്. ഒന്ന് ടെൻഷൻ ആവുകയാണ് പ്രിയങ്ക. അപ്പോൾ രാധികയും സമാധാനത്തോടെ നിൽക്കുന്നു. ഈ തിക്കും തിരക്കിനിടയിൽ ഞങ്ങളത് ആലോചിച്ചില്ലെന്ന് പ്രൊഡ്യൂസർ. നിങ്ങൾ ആദ്യം അത് നോക്കുക എന്ന് ശ്യാമ. അതിനകത്ത് രാധിക കുറ്റക്കാരിയാണെന്ന് കണ്ടാൽ നിങ്ങൾ എടുക്കുന്ന ഏത് നടപടിയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ശ്യാമ പ്രത്യേകം പറഞ്ഞു, ജഗദീഷിനോട് കാര്യങ്ങൾ വ്യക്തതയുണ്ടാക്കാൻ പറയാൻ. അങ്ങനെ ഓഫീസിലെ CCTV ചെക്ക് ചെയ്യാനായി പറയുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫിനോട്. ആദ്യം നമുക്ക് ആ വിഷ്വൽസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് മതി ആരെ കുറ്റവാളിയാക്കുന്നത് എന്നത്. അങ്ങനെ അവരെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നു. പ്രിയങ്കയെ വിളിക്കുകയാണ് അവർ. അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. പ്രിയങ്ക വളരെ ടെൻഷനോടെയാണ് പോകുന്നത്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. പറയുന്നുണ്ട് CCTVക്ക് ഇടയ്ക്ക് ചില കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, എന്നാലും നോക്കാമെന്ന്. എന്നാലും ഇന്നത്തെ വിഷ്വൽസ് ഓക്കെയാണെന്നും പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, മോളുടെ കൃഷ്ണൻ മോളെ രക്ഷിക്കും എന്ന് അമൃത രാധികയോട് പറയുന്നുണ്ട്. അവിടെ കണ്ട കാഴ്ചകളെല്ലാം എല്ലാവരും കാണുന്നുണ്ട്. പ്രിയങ്കയുടെ കോസ്റ്റ്യൂം എടുക്കാൻ രാധിക പോയ സമയത്ത് പെട്ടെന്നാണ് പ്രിയങ്ക അത് ചെയ്തത്. പണമെടുത്ത് രാധികയുടെ ബാഗിൽ വെക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിയങ്ക നാണം കെട്ടി നിൽക്കുകയാണ്. എല്ലാവരും ഇത് കാണുന്നു. രാധികയുടെ ബാഗിൽ പണം വെക്കുന്നത്. ഇപ്പോൾ കള്ളിയായിരിക്കുന്നത് പ്രിയങ്കയാണ്. പണി കൊടുത്തു, പക്ഷേ 8ന്റെ പടിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. സമാധാനത്തോടെ രാധികയും ശ്യാമയും നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയങ്കയുടെ അടുത്തേക്ക് വന്ന പ്രൊഡ്യൂസർ ദേഷ്യത്തോടെ പറയുന്നു, നാണമില്ലേ നിങ്ങൾക്ക്? എത്ര മോശമായിട്ടാണ് നീ മറ്റുള്ള ആൾക്കാരോട് പെരുമാറുന്നത്? കൂടെ വന്നതല്ലേ, നിന്റെ ചെരുപ്പ് വരെ തുടച്ചു തരുന്ന പെൺകുട്ടിയല്ലേ ഇത്? ആ പെൺകുട്ടിയോടാണോ നീ ഇത്രയും ക്രൂരത കാണിച്ചത്? ജഗദീഷ് പറയുന്നു, പ്രിയങ്ക ഇത് വളരെ ചീപ്പായി പോയി. തൻ്റെ അടുത്തുനിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സാറേ, അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് മേക്കപ്പ് ലേഡിയും പറയുന്നുണ്ട്. ഇത്രയും പേരെ ഇത്രയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയത് ഇവര് കാരണമാണ് എന്നെ മേക്കപ്പ് ലേഡി രാധികയോട് പറയുന്നു. സോറി, ഇത്രയും നേരം ഒരു അല്പസമയെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെന്ന് പ്രൊഡ്യൂസർ രാധികയോട് പറയുന്നു. ശ്യാമ മേഡം ശുപാർശ ചെയ്ത ആളെ ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം. സോറി മേഡം എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു, ഞാൻ ആരാധിക്കുന്ന കൃഷ്ണനാണ് ഇപ്പോൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടേനെ. ജഗദീഷ്, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. വേറെന്ത് തീരുമാനം എടുക്കാനാ? ഇതുവരെ ഷൂട്ട് ചെയ്തത് വേറൊരാളെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇങ്ങനൊരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളെ വെച്ച് എനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. പെട്ടെന്ന് പ്രിയങ്ക ഒന്ന് ഞെട്ടി. ജഗദീഷ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇനിയും പ്രിയങ്കയെ വെച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പ്രിയങ്ക കരഞ്ഞുകൊണ്ട് പറയുന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ കൂടെ വന്നൊരാൾ ഈ സിനിമയിൽ പാടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ന് പ്രിയങ്ക പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നു, മിണ്ടിപ്പോകരുത്, നീയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചു. ഞങ്ങളെ സിനിമ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ജഗദീഷെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക. ഇതേ സമയം ശ്യാമ പ്രിയങ്കയോട് പറയുന്നു, നീ വലിയ മിടുക്കിയാണ് നിന്റെ ധാരണ അല്ലേ? ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. അവളെ ഒരാൾ ചതിക്കാൻ ശ്രമിച്ചാൽ അയാളെ ഞാൻ കുരുക്കിയിരിക്കും. വാ മോളെ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി ശ്യാമ അവിടെ നിന്ന് പോകുന്നു. കൂടെ അമൃതയും. മേക്കപ്പ് ലേഡി ആ പുച്ഛത്തോടെ പ്രിയങ്കയൊന്ന് നോക്കിയിട്ട് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക. രാധിക ശ്യാമയോട് പറയുന്നു, ഫിദ മാഡം താങ്ക്സ്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, അമ്മയോട് എന്തിനാ മോളെ താങ്ക്സ് പറയുന്നത്? നിനക്ക് ആപത്തുണ്ടാകുമ്പോൾ ഓടി വരേണ്ടതല്ലേ അമ്മ? രാധികയെ ഇനി ഒരു കാരണവശാലും അവൾ പറയുന്നത് വിശ്വസിക്കരുത്. ഇത്രയും നിന്നെ ദ്രോഹിച്ചതല്ലേ മോളെ, അവൾക്കുള്ള ശിക്ഷ കിട്ടട്ടെ എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു, മോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ അമ്മ ശരിക്കും തകർന്നു പോയി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ഒരു വിശ്വാസമായിരുന്നു സത്യം തെളിയുമെന്ന്. അത് ദൈവം തെളിയിച്ചല്ലോ. ഇത് കേട്ട് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് രാധികയും. എന്തായാലും
പ്രിയങ്കയ്ക്കുള്ള പണി കിട്ടിയിരിക്കുന്നുണ്ട്. കുറച്ച് മുന്നെയാണ് മുത്തശ്ശിയെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ചത്. ഇനി വളരെ പെട്ടെന്ന് തന്നെ അതൊരു ദുഃഖവാർത്തയായിരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.